ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ വേണ്ട ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്കും അധിപതിയും ആയ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓരോ ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും ഭാരങ്ങളിൽ കടന്നു വരുമ്പോൾ അവർക്ക് അത്യാവശ്യമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ കൃപയും മറ്റൊന്ന് സമാധാനമാണ്. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. കൃപ പെരുകേണ്ടതിന്, അതായത് കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് നമുക്ക് അർഹിക്കപ്പെടാത്ത നന്മകൾ ലഭിക്കണമെങ്കിൽ നാം കൃപയിൽ തന്നെ നിൽക്കണം. എബ്രായലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ കയ്പുള്ള വേര് മുളച്ചാൽ ദൈവകൃപ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനായിടയായിത്തീരും. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് സമാധാനം ആവശ്യമാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സമാധാനമാണ് ആവശ്യമായിരിക്കുന്നത്. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നു എങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് സമാധാനം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് കൊലോസ്യ ലേഖനത്തിൽ 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, വാഴുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും സമാധാനമുണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മുടെ കർത്താവായ യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പോൾ കർത്താവ് തന്നെ ഇവിടെ പറയുകയാണ്, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം മദ്യപാനത്തിലൂടെ, ലഹരിയിലൂടെ, മറ്റ് വസ്തുക്കളിലൂടെ താൽക്കാലികമായിട്ടുള്ള സമാധാനം ഒരുപക്ഷെ ചില മനുഷ്യർക്ക് ലഭിച്ചെന്ന് വരാം. അതെല്ലാം താൽക്കാലികമായിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന സമാധാനം അത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തു വന്നാലും ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുകുമ്പോൾ നാം ധൈര്യത്തോടുകൂടി ഏത് പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട്, അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായി കഴിയുമെന്ന് ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. റോമാലേഖനത്തിൽ പൗലോസ് 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്ര എന്നാണ്. അതേ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെയോ എന്താണ്? നീതിയാണ്, സമാധാനമാണ്,
പിന്നെ അടുത്ത് പറയുന്നത് പരിശുദ്ധാത്മാവിൽ സന്തോഷം തന്നെയാണ്. അതാണ് ആമേൻ ആ കർത്താവിൻ്റെ വചനം പറഞ്ഞത്, കർത്താവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 20-21 യേശു പറഞ്ഞു, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, പിന്നെയോ ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ അതാണ് റോമാലേഖകൾ പറഞ്ഞത്. അതെന്താണ്? അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആമേൻ, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കുകയാണ് എന്നത് വേർപാട് പൗലോസ് പറഞ്ഞ ഈ അത്യന്ത ശക്തി എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ആ സമാധാനമുണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും. ആമേൻ, പരിശുദ്ധാത്മാവിലുള്ള വലിയൊരു ആനന്ദം ആമേൻ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകും. ഒരുപക്ഷെ നമുക്ക് തക്ക സമയത്ത് ആഹാരം കിട്ടിയില്ല എങ്കിലും, തക്ക സമയത്ത് വെള്ളം കിട്ടിയില്ല എങ്കിലും, നാം സങ്കടത്തിലായിരിക്കുന്നുവെങ്കിൽ, നാം വേദനയിലായിരിക്കുന്ന സമയമായാലും, നാം കണ്ണുനീരോടെ ആയിരിക്കുന്ന വേളയിലായാലും, ആമേൻ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് വാഴുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കെക്കാലവും ദൈവസമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിടയായിത്തീരുമെന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രമേയ സമാധാനവും ആവശ്യമെന്ന് ആ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് യോഹന്നാൻ നമ്മൾ ആസ്യയിലെ 7 സഭകളോടും പറയുന്നത്, യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് അതേ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഒരുപക്ഷെ സുവിശേഷ നിമിത്തമോ രോഗം നിമിത്തമോ കടഭാരം നിമിത്തമോ ആമേൻ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതയിൽ നിങ്ങളായിരിക്കുന്നു. ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ ഒരുപക്ഷെ അയൽവാസികളിൽ നിന്നോ ആമേൻ നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിലുള്ള പ്രതികൂലങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരികയാണെങ്കിൽ, ഇത് മാത്രമല്ല നിരവധി വ്യക്തികൾക്ക് ഭവനമില്ലാതെ അവർ കഷ്ടപ്പെടുന്നവരുണ്ട്. ഏതു തന്നെ ആയാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ കടന്നു വന്നു കഴിഞ്ഞാലും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യേശു പറഞ്ഞെന്താണ്? ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നമ്മുടെ കർത്താവ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആകയാൽ സ്തോത്രം, ഈ നിമിഷത്തിൽ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ആവശ്യമായിരിക്കും എന്താണ്? ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്കെന്താണ് വേണ്ടത്? ദൈവത്തിൻ്റെ സമാധാനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആ കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ആനന്ദമുണ്ടായിരിക്കും. നമുക്ക് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് സുഖമായിട്ടുള്ള ഉറക്കം നമുക്ക് ലഭിക്കുവാനായിടയായിത്തരം. ഏത് സാഹചര്യത്തിലായാലും, ഏത് സ്ഥലത്തായാലും, ഏതിടത്തായാലും ആമേൻ, ഓരോ ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ദൈവകൃപയുണ്ടോ? ഹല്ലേലൂയ. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ദൈവസമാധാനമുണ്ടോ? ഒരു ആമേൻ സ്വതോർപ്പിക്കട്ടെ. ആമേൻ, നമുക്ക് ഏത് സാഹചര്യത്തിലും ദൈവകൃപയിൽ ശരണം പ്രാപിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരുമെന്ന് ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? 1, ദൈവകൃപ നമുക്ക് ആവശ്യമായിരിക്കുന്നു. 2, ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ആവശ്യമായിരിക്കുന്നു. നമുക്ക് ലഭിച്ച ദൈവകൃപയും ദൈവസമാധാനത്തെയും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ നാം നഷ്ടപ്പെടുത്താതെ വണ്ണം ആമേൻ ദൈവവചനത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ആമേൻ നമുക്ക് മുന്നോട്ട് പോകാം.
കർത്താവ് നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ കാലഘട്ടത്തിൽ ഈ നിമിഷത്തിൽ ദൈവമക്കളായിരിക്കും ഞങ്ങൾക്ക് അങ്ങയിൽ നിന്നുള്ള കൃപയും അങ്ങയിൽ നിന്നുള്ള സമാധാനവും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു അധികമായിട്ട്. ആകയാൽ അവിടുത്തെ കൃപ അതിയായി ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയുടെ സമാധാനം അതിയായി ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ ഏവരെയും കാത്തുകൊള്ളണമെന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഏവരെയും അനുഗ്രഹിക്കും, കൃപയിൽ സൂക്ഷിക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ.